ഹായ് ഫ്രണ്ട്സ്, റിയൽ ആർട്ട് കേരള 14ൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുറം ചുമരുകളിൽ ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ടെക്സ്റ്റർ ഡിസൈനാണ്. അപ്പം നമുക്കിനി അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഡിസൈൻ ചെയ്യാനുള്ള ഭാഗം നമ്മൾ പ്രൈമർ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ എമൻഷൻ ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആ ഇറക്കി, അതായത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഏരിയയ്ക്ക് കുറച്ച് താഴേക്ക് ഇറക്കി ചെയ്ത് എമൻഷൻ അടിച്ചിട്ടേക്കണം. കാരണം നമ്മൾ ലൈൻ അത് കറക്റ്റ് അളവ് തിട്ടപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ആ എമൻഷനെ കയറ്റി വേണം നമുക്ക് വർക്ക് ചെയ്ത് മാറാനായിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ അളവെടുക്കുകയാണ്. അപ്പം അളവ് നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം എടുക്കാം. പക്ഷേ എങ്കിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരുപാട് ചെറുതായി പോകരുത്, അത്യാവശ്യം വീതിയും കൂടെ വേണം. അപ്പോൾ നമ്മൾ നീളത്തിൽ നല്ല നീളമാണ്, മതിലിന് നല്ല നീളമുണ്ട്. അപ്പോൾ ഒരു ബോർഡർ ലൈനൂടെ നമുക്ക് മുകളിലും താഴെയും കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു ലുക്ക് കിട്ടും. അങ്ങനെ നമ്മളത് കറക്റ്റെല്ലാം മാർക്ക് ചെയ്തിട്ടു. ഇനിയിപ്പം നമുക്കതിൻ്റെ പുറത്ത് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/2 ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ലൈൻ തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് 1 ഇഞ്ചിൻ്റെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അങ്ങ് എൻഡിൽ. ബാക്കിയുള്ള നമ്മളുടെ ആ ഒരു പൊഴി വരുന്നത് നമുക്ക് 1/2 ഇഞ്ച് കൊടുത്താൽ മതിയാകും. ടെക്സ്ചർ പുട്ടി നമ്മൾ സ്മൂത്താണ് ടെക്സ്ചർ പുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ബ്ലേഡുകളാണ് നമ്മളിവിടെ പുട്ടി അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പുട്ടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് പ്ലാസ്റ്റിക് ട്രവലാണ്, ഇതുപയോഗിച്ച് നമുക്ക് അടുത്ത പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുട്ടി ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ഏരിയ അങ്ങിട്ട് മാറരുത്. കാരണം പെട്ടെന്ന് ഉണങ്ങിപ്പോവും, പ്രത്യേകിച്ച് ചൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി മാറും. അപ്പോൾ അത് നമുക്ക് ആ ഇടുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഏരിയ ഇട്ട് ഇതുപോലെ പാറ്റേൺ ചെയ്ത് തിരിച്ച് ഡിസൈൻ ചെയ്തങ്ങ് മാറുക. അപ്പം നന്നായിട്ട് ഇതൊന്ന് പഞ്ച് ചെയ്ത് കൊടുത്ത്, അതായത് ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഇത് കിട്ടണം, ഒരു ടെക്സ്ചർ കിട്ടണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ആ ഒരു എല്ലാം ഒരേ രീതിയിലാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമുക്കൊന്ന് നൈസായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പുട്ടി ഉണങ്ങി മാറുന്നതിന് മുൻപ് വേണം കേട്ടോ. പുട്ടി ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കട്ടിങ് ശരിയാകില്ല. അതുപോലെ തന്നെ ടേപ്പ് ഇളക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ പുട്ടി ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം. പിന്നീട് നമുക്ക് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂവൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പം നമുക്ക് ആ ഒരു എഡ്ജൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. നമ്മളിത് സ്റ്റെൻസിലാണ്, അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇത് സ്റ്റെൻസിൽ. അത്യാവശ്യം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടും ഈ ഒരു സ്റ്റെൻസിലിന്. നമ്മൾ സാധാ ഫിലിമിൻ്റെ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നമുക്കൊരു ഗേജ് കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട്
നമുക്കിതൊന്ന് വെച്ചിട്ട് നമുക്ക് പുട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇത് നമ്മൾ ചെയ്ത ടെക്സ്ചർ ഉണങ്ങിയതിന് ശേഷം ഇത് പറഞ്ഞ പോലെ അതിൻ്റെ പുറത്ത് ടേപ്പ് ഒട്ടിച്ച് നമുക്കിതുപോലെ ആ പുട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഈ ടെക്സ്ചർ പുട്ടി തന്നെ മതി, മറ്റ് പുട്ടികളൊന്നും ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ ടെക്സ്ചർ പുട്ടിക്കാണ് പിടുത്തം ശരിക്കും കിട്ടുന്നത്. മറ്റേ സാധാ വാൾപുട്ടിക്കൊന്നും നമുക്ക് അന്നേരത്തെ ഒരു കാണാനുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നീട് പെട്ടെന്ന് നമ്മൾ കൈവച്ചൊന്ന് നല്ല നഖം വെച്ചൊന്ന് തോണ്ടിയാൽ ഇളകി പോകും. നേരെ മറിച്ച് നമ്മുടെ ടെക്സ്ചർ പുട്ടിയിൽ അങ്ങനെ പോകത്തില്ല. അപ്പം നമുക്ക് നല്ലൊരു വർക്ക് ഇവിടെ ടെക്സ്ചർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം ഇതിൻ്റെ പില്ലറ് ഈ പറഞ്ഞ പോലെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നേരത്തെ ഒരു ടെക്സ്ചർ ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്തൊരു ഒന്ന് പുതുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഫിലിമിൻ്റെ ഒരു സ്റ്റെൻസിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്ത് നമ്മളൊന്ന് പുതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടിയെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പം ഒരു ദിവസം സമയം നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് കൊടുക്കണം. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിത് 100-ൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുക. സാൻഡ് ചെയ്യുമ്പം അതായത് ആ തെറിച്ച് നിൽക്കുന്ന ചില തരി പോലെയുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് നമ്മൾ ഇത് ഓടിക്കുന്നത്. അല്ലാതെ ഒരുപാട് അങ്ങ് ബലം കൊടുത്ത് പിടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്റ്റീൽ ടവൽ ഉപയോഗിച്ച് നമ്മളതെല്ലാം വാഷ് ചെയ്തുകൊണ്ട് നമുക്ക് അത്ര ബലം കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഇൻഡിഗോ ബ്ലാക്കാണ് നമുക്കിതിന് ശേഷം നമ്മൾ ഇവിടെ അടിക്കേണ്ടത്. അപ്പം എക്സ്റ്റീരിയർ ഇൻഡിഗോ ആണ്. എക്സ്റ്റീരിയർ എമൽഷൻ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം ഏതെങ്കിലും ബ്ലാക്ക് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് നിൽക്കരുത്. എക്സ്റ്റീരിയർ എമൽഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മൾ വെളിയിലായാലും അകത്തായാലും നമ്മൾ ഈ ടെക്സ്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കുന്ന കളറുകൾ നമ്മൾ നല്ല മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വലിയ നമ്മളൊരു റോളർ വെച്ചായിരുന്നു നമ്മളിത് അപ്ലൈ ചെയ്തത്. കാരണം ചെറിയ റോളറൊന്നും ഇട്ട് അടിക്കേണ്ട കാര്യമില്ല, കാരണം ഒത്തിരി ഏരിയ ഉണ്ടായിരുന്നല്ലോ. അപ്പം വലിയ റോളറാണ് നമ്മൾ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ആ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് നമുക്കതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇൻഡിഗോ മെറ്റാലിക് കോപ്പറാണിത്. അപ്പം അത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോഞ്ചും എടുക്കുക. അതിന് ശേഷം നമ്മൾ പെയിൻറ്റ് കുറേശ്ശെ മുക്കി പറഞ്ഞ പോലെ ഒന്ന് വാഷ് ചെയ്ത് വിട്ടു കൊടുക്കുക. ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ലോഡ് കൂടരുത് സ്പോഞ്ചിനകത്ത്. അതുപോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്ത് ബലം കൊടുക്കുകയും ചെയ്യരുത് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. കോപ്പറിനകത്ത് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ സ്പോഞ്ച് വെച്ചൊന്ന് വാഷ് ചെയ്തങ്ങ് വിട്ടാൽ മതി. നമുക്കത് ലൂസാക്കേണ്ട കാര്യമില്ല. കാരണം നല്ല കട്ടിക്ക് നമുക്ക് ഒരു കോട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരു കോട്ട് വലിച്ചാൽ മതി. 2 കോട്ട് നമുക്കിത് കോപ്പർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളിപ്പം കോപ്പറിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് MRF ഗോൾഡാണിത്. അപ്പം MRF ഗോൾഡ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്യുക. അത് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നില്ല,
നമ്മൾ ആ സ്റ്റെൻസിൽ വെച്ച് നമുക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതിന് മാത്രമായിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് വിട്ട് കൊടുക്കുക. അത് പറയുന്ന പോലെ നമുക്ക് ഒരുപാട് മൊത്തത്തിൽ അങ്ങ് അടയേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ടേപ്പ് ഇളക്കി മാറ്റി കൊടുക്കുക. ചിലയിടത്തൊക്കെ ടേപ്പ് കയറി കടിക്കും, അപ്പം ആ ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കളർ. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായിരിക്കുകയാണ്. അപ്പം ആര് കണ്ടാലും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണിത്. വീഡിയോയും വർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും കണ്ടേച്ച് ഓടിപ്പോയി കളയരുത്. ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ അതും ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.